സക്സസ് ഫൈനിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കായിട്ട് നടന്ന പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ PSCയുടെ ഉത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ബംഗ്ലാദേശ്. ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ആസ്ടെക് സംസ്കാരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1663 കൊച്ചി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധമില്ലാത്തത്. ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരം എഴുതുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. JM ചാറ്റർജി, ഭാരത് മാതാ സൊസൈറ്റി, ഭരീന്ദ്രനാഥ് ഘോഷ്, അനുശീലൻ സമിതി, ചന്ദ്രശേഖർ ആസാദ്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കേഷൻ അസോസിയേഷൻ, BD സവർക്കർ, അഭിനവ് ഭാരത്. 1857 കലാപത്തിൽ ആരയിൽ നേതൃത്വം നൽകിയ നേതാവ്? കൻവർ സിംഗ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ. ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ആകുന്നു. സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ്. ഓപ്ഷൻ എ. രവി, ബിയാസ്, സത്ലജ്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം? ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. ദുവാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? നർമ്മദ. ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി? സെറ്റ്സെ ഫ്ലൈ. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാപ്പി. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? പെട്രോളിയം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി? ദാവോസ്. പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 4 ശരിയാണ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം? ഓപ്ഷൻ സി. സാരഥി, പ്രവാഹ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര് ഡ്രാഗൺ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? പ്രൊവിഷണൽ ആൻസർ കീ ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഉത്തരം തന്നിരിക്കുന്നത് 5 വർഷം. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫൈനൽ ആൻസർ കീയിൽ ഉത്തരം ചേഞ്ച് ആവും. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. കാർഷിക വരുമാന നികുതി.
സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി ഗുജറാത്ത്. 26ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ എ ആണ്. എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, നേർവഴി. ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ്? മുൻസിഫ് കോടതി. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത്? ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്നത്, അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ കേരളത്തിലെ ജില്ലകൾ? ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ്? ഷാജഹാൻ. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ? ഓപ്ഷൻ സി മെഡിക്കൽ കോളേജുകൾ. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗം? ഷഡ്പദങ്ങൾ. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യമാനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണം. പെല്ലാഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? വിറ്റാമിൻ B3. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം? മൈറ്റോകോൺട്രിയ. എംഫിസിം എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത്? സിഗരറ്റ് സ്മോക്കിംഗ്. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവ? ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 3 ശരിയാണ്. പരിണിത ബലം 0 ഗ്രാഫ് ഏതാണ്? ഓപ്ഷൻ എ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ശബ്ദതരംഗം. ഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1.2 മീറ്റർ/സെക്കൻഡ്². സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? മാൽവെയർ. ഒരു ആറ്റത്തിന്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 16. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ 300 ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം 1.3 ATM ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 L ആണ്. താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം 2.6 L ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? 5 ATM. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം? കാന്തിക വിഭജനം. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു? ഇൽമനൈറ്റ്. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? കാൽഷ്യം കാർബൈഡ്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ? മുരളി ചീരോത്ത്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ എ ആണ് നവ്നീത് സിംഗ്. ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള 1984. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 2, 4 എന്നിവ.
ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചിരുന്ന സ്ഥലം ഇല്ലിക്കുന്ന്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? ഓപ്ഷൻ സി ആണ് സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഇ ഗവേണൻസ് എന്നാൽ എന്താണ്? സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? പ്രിന്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിന്റെ നിർവചനം? ഓപ്ഷൻ ബി, ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? വില്ലോ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 22. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ്? സ്വീഡൻ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 3. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 2025 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ഭാനു മുഷ്താഖ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരി. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്, ഉത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 71ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 72ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 73ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 74ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 75ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 76ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 77 ഓപ്ഷൻ ഡി. 78 ഓപ്ഷൻ ബി. 79 ഓപ്ഷൻ സി. 80ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 81 choose the suitable collective noun to complete the phrase given below. A flight of stairs. Add the right question tag to the following statement to make it a question. She seldom goes out. Does she? Roshan is interested learning new languages in. Change the following sentence from active to passive form. Choose your answer from the given options. Option C. This picture has been drawn by my cousin. White means the same as bored. Replace the underlined word in the following sentence with a suitable phrasal verb. We will cancel the trip if the weather is bad. Call off. Choose the correctly spelled word from the following. Option C. Change the following sentence into reported speech. How do you feel this morning? He asked me. Option C. He asked me how I felt that morning. Fill up with the correct tense form of the verb given in bracket. When her mother arrived, Isha in brackets finish the laundry. Hard finished. Complete the following sentence suitably. Unless you study well, you will not pass.
അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഓപ്ഷൻ സി. വചനപ്രത്യയമില്ലാത്ത വരി ഏത്? ഓപ്ഷൻ ഡി. ശരിയായ പര്യായ പദം ഏത്? ഓപ്ഷൻ എ. അച്ഛൻ, ജനയിതാവ്. കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിനു പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് പ്രേഷകൻ. ഓപ്ഷൻ ബി. പിരിച്ചെഴുതിയതിൽ ശരിയേത്? ഓപ്ഷൻ ഡി ആണ്. കൺ പ്ലസ് നീർ, കണ്ണീർ. ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1 4. അബദ്ധം, സുബദ്ധം, ഖണ്ഡനം, മണ്ഡനം. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങൾ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ? ഓപ്ഷൻ സി 2 3. ചിലവഴിക്കുന്നതിനെക്കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളോടും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സമാനാർത്ഥം വരാത്ത പ്രയോഗം ഏവ? ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റ പദമാണ് ഭാഗിനേയൻ? ഓപ്ഷൻ ഡി ആണ്. സഹോദരിയുടെ മകൻ. അവസാനത്തെ ചോദ്യം, വ്യത്യസ്തമായ സമാസമുള്ള പദം? ഓപ്ഷൻ എ ആണ്. മരപ്പൊടി. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഫൈനൽ ആൻസർ കീയിൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അതുപോലെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ എപ്പോഴും ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.